ഹായ് എവരിവൺ, പ്ലസ് വൺ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്ലസ് വൺ മാത്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല ചാപ്റ്റേഴ്സും പ്ലസ് ടുവിലേക്ക് എന്താവുന്നുണ്ട്, കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നുണ്ട്. അത് ജയിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ചാപ്റ്റേഴ്സും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അപ്പോൾ അതിനൊക്കെ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കണമല്ലോ. ഓക്കെ, അത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെറ്റ്സ് അല്ലേ, സെറ്റ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് പ്ലസ് ടുവിലെ ചാപ്റ്റേഴ്സ് കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ എന്നാൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ രണ്ടാമത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പ്ലസ് ടു മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ പ്ലസ് വൺ മാത്സിനേക്കാളും കുറച്ചും കൂടി ടഫാണ് എന്ത്, പ്ലസ് ടുവിലുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ജയിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുക അവിടെ നിന്നാണ്. പക്ഷെ അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പ്ലസ് വണ്ണിൽ റിലേഷൻ ഫംഗ്ഷൻ നല്ല തറവായിട്ട് പോകണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത വർഷം നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രി പഠിച്ച പോലെ ഒരുപാട് ഐഡന്റിറ്റീസും കാര്യങ്ങളൊന്നും ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്താക്കാനില്ല, പഠിക്കാനില്ല. നേരെ തിരിച്ചാണ്. അത് അത്ര ടഫല്ല, ട്രിഗണോമെട്രി അത്ര എന്തല്ല, ടഫല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ജയിക്ക് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിക്കാറുമില്ല. ട്രിഗണോമെട്രിയിൽ നിന്നും ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്നും ചോദിക്കാറുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സാർ അപ്പോൾ ചാപ്റ്റർ പഠിക്കണ്ടേ, രണ്ടും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ബിക്കോസ് അതൊരു ബേസിക് ചാപ്റ്റർ ആണ്. കാരണം നമ്മുടെ പ്ലസ് ടുവിൽ തന്നെ നമുക്ക് 5 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാൽക്കുലസിലൊക്കെ ഈ ട്രിഗണോമെട്രീൻ്റെ ഐഡന്റിറ്റീസും കാര്യങ്ങളൊക്കെ എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് നിങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒന്നും കാര്യമായിട്ട് കണ്ടിന്യൂഷൻ ഇവിടെ വരുന്നില്ല, സെക്കൻഡ് ഇയറിൽ വരുന്നില്ല. പിന്നെ നമുക്ക് ലീനിയർ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ലീനിയർ ഇക്വാലിറ്റീൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞ ചാപ്റ്റർ സെക്കൻഡ് ഇയറിലുണ്ട്. പക്ഷേ ആ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജയിക്കില്ല. ഓക്കെ, പക്ഷേ ലീനിയർ ഇൻഇക്വാലിറ്റിയിൽ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സിൽ എന്ത് ചെയ്യാനുണ്ട്, അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, അതായത് നമുക്ക് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഡൊമെയിൻ പ്രോബ്ലങ്ങളിൽ, അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ചില പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഇൻഇക്വാലിറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് തറവാക്കുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതാണ് പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം. അതൊക്കെ ആ പെർമുട്ടേഷൻ കോമ്പിനേഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടൊന്നും കാര്യമായിട്ട് സെക്കൻഡ് ഇയറിൽ വരുന്നില്ലെങ്കിലും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് നമുക്ക് പ്ലസ് വണ്ണിലും അതേപോലെ പ്ലസ് ടുവിലും. അതിൽ നമുക്ക് പെർമുട്ടേഷൻ കോമ്പിനേഷൻ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. ബൈനോമിയൽ തിയറത്തിൽ നമുക്കാണ് കണ്ടീഷൻ ചാപ്റ്റർ ഒന്നുമില്ല. അതോടൊപ്പം തന്നെ താഴേക്ക് വരുന്ന സീക്വൻസ് ആൻഡ് സീരീസിലൊന്നും അങ്ങനെ കണ്ടിന്യൂഷൻ ഇല്ല. അതോടൊപ്പം തന്നെ കോണിക് സെക്ഷനും അതോടൊപ്പം തന്നെ സ്ട്രൈറ്റ് ലൈൻസിനും നമുക്ക് അങ്ങനെ കാര്യമായിട്ട് കണ്ടിന്യൂഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ പിന്നീട് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവും അതോടൊപ്പം തന്നെ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷൻ ജോമെട്രി. ഓക്കെ, ഇത് രണ്ടിനും ഒന്നുണ്ട്, കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പോൾ 3 ഡയമെൻഷൻ ജോമെട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയർ നമ്മൾ വളരെ കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ എന്താക്കുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു ബ്രോഡ് ഏരിയ ആണ് നമ്മൾ എവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്, സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങളൊക്കെ തറവാക്കി വെക്കണ്ടേ, എന്നാലേ അത് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, പിന്നെ വരുന്ന ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞത് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്. നമുക്കറിയാം ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കാൽക്കുലസിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ് അല്ലേ. കാൽക്കുലസിൻ്റെ എത്ര ചാപ്റ്റർ ഉണ്ട് സെക്കൻഡ് ഇയറിൽ, ഞാൻ പറഞ്ഞു ഓൾറെഡി 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയുണ്ട്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഇൻറ്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്, അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിൻ്റെ പ്രധാനപ്പെട്ട കണ്ടിന്യൂഷൻ ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, അപ്പോൾ അതിന് പിന്നെ എന്താ പറയുക, കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ചാപ്റ്റേഴ്സാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അത് വളരെയധികം എന്താണ് മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കണം. ഓക്കെ, പിന്നീട് നമ്മുടെ ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന് കണ്ടിന്യൂസ് ആയിട്ട് പ്ലസ് ടുവിൽ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, പിന്നെ നമുക്ക് പ്രോബബിലിറ്റി. ഓക്കെ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പ്രോബബിലിറ്റി തന്നെ പറഞ്ഞിട്ടുന്നുണ്ട്, സെക്കൻഡ് ഇയറിൽ ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് ഇയറിനേക്കാൾ കൂടുതൽ കണ്ടന്റ് എവിടെയുണ്ട്, സെക്കൻഡ് ഇയറിലുണ്ട്. അതിനേക്കാൾ കൂടുതൽ റിസ്ക് ഉള്ള പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെ ബേസ് പഠിക്കുന്ന എവിടെയാണ്, എന്താണ് പ്രോബബിലിറ്റി, എന്താണ് റാൻഡം വാരിയബിൾ, എന്താണ് ഈവൻസ്, എന്താണ് സാമ്പിൾ സ്പേസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്, ഫസ്റ്റ് ഇയറിൽ. അത് തറവായിട്ട് പഠിച്ചാൽ എന്താണ് കാര്യമെന്ന് നമ്മൾ ഉഷാറാക്കി പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ പ്രോബബിലിറ്റി എളുപ്പമാവും. അതോടൊപ്പം തന്നെ  പെർ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്തായാലും എന്താക്കുന്നതാണ് ചോദിക്കുന്ന ഒരു
ചാപ്റ്ററും കൂടാണ് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, തറവായിട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടിന്യൂഷൻ ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്താക്കണം, തറവാക്കണം. കാരണം നിങ്ങളത് +2 സിലബസിൽ ഇനിയും പഠിക്കാനുണ്ട്. ഓക്കെ, കാരണം അത് ബോർഡിനും നിങ്ങൾക്ക് എന്താവും ആവശ്യം വരും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂഷൻ അല്ലാത്ത ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഏതാ സീക്വൻസ് ആൻഡ് സീരീസ്, ബൈനോമിയൽ, കോണിക്, ഒന്നും സാര കാര്യമായിട്ട് പഠിക്കണ്ടേ? നിങ്ങൾ അതൊന്നും പഠിക്കേണ്ടതൊന്നുമില്ല കേട്ടോ. കാരണം ജെയിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം കോണിക് സെക്ഷൻ എന്നൊക്കെ 2 to 3 ക്വസ്റ്റ്യൻസ് പെർ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പ്രൊബബിലിറ്റിയിലും ഒരു ക്വസ്റ്റ്യൻ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് മിനിമം കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ സീക്വൻസ് ആൻഡ് സീരീസിലും എന്താണ് 1 to 2 ക്വസ്റ്റ്യൻസ്, ചില പേപ്പറിൽ 3 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മാത്സിനെ സംബന്ധിച്ചോളം എല്ലാ ചാപ്റ്റേഴ്സും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ എന്താക്കണം, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ചാപ്റ്റേഴ്സ് അടക്കം നിങ്ങൾ ബേസിക് ലെവലിലെങ്കിലും എന്താക്കണം, പഠിച്ചു വെക്കണം. കാരണം ജെയ്ക്ക് എവിടുന്നാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞു റിലേഷൻ ഫംഗ്ഷൻ വളരെ ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പക്ഷെ അതിൽ നിന്നും പിന്നെ എന്താണ് നോക്കിയാൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസ് പോലും ജയിക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ഇയർ ഇൻറ്റഗ്രൽസിൽ വലിയ ചാപ്റ്റർ ആണ്, പല ആൾക്കാരും ടഫ് എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ നമ്മൾ എന്താക്കണം, ബേസിക് ലെവലെങ്കിലും എന്ത് ചെയ്യണം, എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഈ സമയം നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, എല്ലാ ചാപ്റ്റേഴ്സും നല്ല ഉഷാറാക്കിയിട്ട് പഠിക്കുക. അതിൽ നമ്മുടെ കണ്ടിന്യൂഷൻ ചാപ്റ്റേഴ്സിന് കൂടുതൽ ഊന്നൽ കൊടുക്കുക. കാരണം നമ്മൾ സെക്കൻഡ് ഇയർ ബോർഡ് എക്സാമിനും കൂടി, പ്രത്യേകിച്ച് CBSE-കാരോടാണ് പറയുന്നത്, ആ ബോർഡ് എക്സാമിനും കൂടി എന്താണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് ഇയറിലെ. പിന്നെ നിങ്ങൾ തന്നെ CBSE കുട്ടികളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ +1 ബോർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി നല്ല തറവാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് നമുക്ക് എന്തായാലും 2027 ജെഇ നമുക്ക് ക്രാക്ക് ചെയ്ത് മികച്ച NIT-യിലേക്കും IIT-യിലേക്കും എത്താൻ വേണ്ടി പറ്റണം. ഓക്കെ, പറ്റും. താങ്ക് യു.